ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ എസ് എം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പറായിട്ടുള്ള ഒരു HD കളർ ഗ്രേഡിങ് നിങ്ങളെ പഠിപ്പിക്കാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ആദ്യം തന്നെ നമ്മൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ക്ലിപ്പ് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ഷേപ്പ് ആഡ് ചെയ്യുകയാണ്. ആ ഷേപ്പ് ഒന്നുകൂടി ഫിൽ സ്ക്രീൻ ചെയ്ത ശേഷം സൂം ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ വീഡിയോൻ്റെ ഫുൾ ലെങ്ത്തിലായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ഷേപ്പിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൂടി നമ്മൾ എടുക്കുകയാണ്. അതിൽ ഇപ്പം മേലെ കാണുന്ന ആ ഒരു പച്ച ലെയർ കാണാം, അതിൻ്റെ കളറ് നമ്മൾ വൈറ്റ് ആക്കി സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആ വൈറ്റ് ആക്കിയത് ബ്ലെൻഡിങ് പോയിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് കാണാം, അവിടെ ഓവർലേ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് താഴെയുള്ള ഈ ലെയറിലാണ് എഫക്ട്സ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ആഡ് എഫക്റ്റ് പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റാണ് ആദ്യം തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ആ ഒരു ലെയറിൽ തന്നെ ആഡ് എഫക്ട്സിൽ ബ്ലർ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് മുകളിലായിട്ട് കാണാം, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിൽ ബ്ലറിൻ്റെ സ്ട്രെങ്ത്ത് ഒരു 0.400 ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് കാണാം, അതിൽ എക്സ്പോഷർ ഓർ ഗാമ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൽ ചെറിയ മാറ്റം വരുത്താണ്ട് അതിന് മുന്നേ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത ലെയർ ബ്ലെൻഡിങ് പോയിട്ട് ഡിഫറൻസ് എന്ന് കാണാം അടിയിലായിട്ട്. ആ ഡിഫറൻസ് സെലക്ട് ചെയ്തിട്ട് അതിൽ സബ്സ്ട്രാക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇരുടായിട്ടായിരിക്കും കാണുക. അതിന് നമ്മൾ മാറ്റം വരുത്തുന്നത് ഇപ്പം കാണാം, എക്സ്പോഷർ ഓർ ഗാമയുടെ വാല്യൂ, എക്സ്പോഷർ എന്നുള്ള വാല്യൂ കുറച്ചതായി ഇതുപോലെ മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരു 0. ഇതൊക്കെ കഴിഞ്ഞ് ഒരു -1.3 ഒക്കെയാണ് നമ്മൾ 1.3 to 1.2 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു അൾട്രാ HD ക്വാളിറ്റി CC കാണാൻ കഴിയും. നമ്മുടെ ഈ നേരത്തെ വീഡിയോനെക്കാട്ടിലും ഇപ്പം കളർ കൂടി വന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പം എക്സ്പീരിയൻസ് ഇതിൽ തന്നെ കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്കിതിൽ ചെയ്യാനുള്ളൂ. ഇവിടെ അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാട്ടുകയാണ്. വളരെ സ്മൂത്തായിട്ടുള്ള നല്ല അൾട്രാ HD എന്ന് തന്നെ പറയാൻ പറ്റിയ രീതിയിലാണ് നമ്മളെ വീഡിയോ ഒപ്പം സെറ്റായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള എലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.